കനത്ത മഴയിൽ കണ്ണൂർ കുറുവ മേഖലയിൽ വീടുകളിലേക്ക് വെള്ളം കയറി. അരുൺ പൂപ്പറമ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ഇന്നലെ മുതൽ പെയ്ത ശക്തമായ മഴയിലാണ് കണ്ണൂർ കുറുവ പ്രദേശത്തും വെള്ളം കയറിയത്. ഇവിടെ 10ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. വീടുകൾക്കകത്ത് അടുക്കളയിൽ പോലും വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ വീടുകളിലൊന്നും താമസിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. ഇവിടെ അടുത്തൊരു പുഴയുണ്ട്, അതോടൊപ്പം തന്നെ തോടുണ്ട്. ഈ തോടും ഇത് കരകവിഞ്ഞതാണ് ഈ വെള്ളക്കെട്ടിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്താണ് ഇവിടെ സ്ഥിരമായി വെള്ളം കയറുന്ന സ്ഥലമാണോ? സ്ഥിരമായി വെള്ളം കയറുന്ന സ്ഥലം തന്നെയാണ്. പക്ഷേങ്കിൽ ഇങ്ങനെ വെള്ളം കയറില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ തോട് കൃത്യമായിട്ട് ഇവർ കോരിയിട്ടില്ല. കഴിഞ്ഞ തവണ 5-6 മണൽ ഇത് ചളിയെടുത്ത സ്ഥലമാണ്. പക്ഷേ ഇത്തവണ അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച തന്നെയാണ്. കൗൺസിലർ വന്ന് എല്ലാം ഏൽപ്പിച്ചിട്ട് പോയതാണ്. പക്ഷേ ഈ കരാർ ജീവനക്കാർ അല്ലെങ്കിൽ കോർപ്പറേഷനിൽ വന്ന് ജോലി ചെയ്യുന്ന ഈ JCB ഓപ്പറേറ്റർ അങ്ങനത്തെ ആൾക്കാർ കൃത്യമായി കോരാതെ പോകുന്നതുകൊണ്ടുള്ള വിഷയം. ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല. ഇതിന് മുന്നേ ഇങ്ങനത്തെ രൂക്ഷമായ അവസ്ഥയിലേക്ക് പോയിട്ടില്ല. മിറ്റം വരെ നിറയെ വെള്ളം ഉണ്ടാകുന്നുള്ളൂ. അല്ലാതെ ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ കയറുന്ന അടുത്ത ഒരു 4-5 കൊല്ലത്തിനടക്ക് ഉണ്ടായിട്ടില്ല. ഇവിടെ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അടുത്ത വീട്ടിൽ അവരിപ്പം മോട്ടർ വെച്ച് അടിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പുഴ കുറച്ച് അകലെയായിട്ടും പോലും വെള്ളം കയറുന്നുണ്ട്. അത് ഇവർ ഈ കൃത്യമായിട്ട് ഇത് തോട് കോരാത്തതുകൊണ്ട് ഓവർഫ്ലോ ആയി റോഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് റോഡ് കവടിഞ്ഞ് വെള്ളം വരിക, അതുകൊണ്ടുള്ള കുഴപ്പമാണ്. അതായത് ഇവിടെ കൃത്യമായ അത്തരം മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്നതാണ് ഇവരുടെ ആരോപണം. കോർപ്പറേഷനെതിരെ അത്തരം ആരോപണങ്ങൾ നാട്ടുകാർ എന്തായാലും ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രദേശത്തൊക്കെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആ വീടുകൾ അകത്തൊക്കെ വെള്ളം കയറി വലിയ ദുരിതമാണ് ഇവർ നേരിടുന്നത്. കണ്ണൂർ കുറുവയിൽ നിന്നും അരുൺ പൂപ്പറമ്പ, 24. കണ്ണൂർ കുറുവ മേഖലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്, റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. അവിടെ നിരവധി വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.